കോഴിക്കോട് മുൻ MLA എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകി. കോഴിക്കോട് മുൻ MLA എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകി. വാർത്തയുടെ വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? നേരത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷിൻ്റെ ഒഴിവിലേക്കാണ് ഇപ്പോൾ മുൻ കോഴിക്കോട് നോർത്ത് MLA ആയിരുന്ന എ പ്രദീപ് കുമാറിൻ്റെ പേര് പരിഗണിച്ചിരിക്കുന്നത്. അദ്ദേഹം 3 പ്രാവശ്യം കോഴിക്കോട് നോർത്ത് നിന്നുള്ള MLA ആയിരുന്നു. വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ഒരു MLA കൂടിയായിരുന്നു. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ സ്മാർട്ട് ക്ലാസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതിൽ അദ്ദേഹത്തിന് വളരെയധികം പെരുമ കിട്ടിയിട്ടുള്ള ഒരു MLA കൂടിയായിരുന്നു. ഏറ്റവും മികച്ച ഒരു തീരുമാനം എന്ന് തന്നെയാണ് രാഷ്ട്രീയ രംഗത്തുള്ള പലരും ഇതിനെ വിലയിരുത്തുന്നത്. കാരണം വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു പോസ്റ്റ് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ളത്. ആ പദവിയിലേക്കാണ് എ പ്രദീപ് കുമാർ എത്തുന്നത്. അദ്ദേഹം മുൻ MLA എന്നതിനുപരിയായി അദ്ദേഹം SFI പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്നത്. SFIയുടെ നേതാവും ഒപ്പം DYFI നേതാവും ഒക്കെയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് തന്നെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രാഷ്ട്രീയ രംഗത്തും യുവജന രാഷ്ട്രീയ രംഗത്തും ഒക്കെ തന്നെ പ്രവർത്തിച്ച് മികവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് എ പ്രദീപ് കുമാർ. അദ്ദേഹം ജനപ്രതിയായിരുന്നപ്പോഴും അദ്ദേഹം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തപ്പെടുകയാണ്. നേരത്തെ KK രാഗേഷ് ഇരുന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹം വരുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ പല പേരുകൾ ഈ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് വിരമിച്ച IAS ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥരുടെയോ ഒക്കെ പേരുകൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. മുൻ MLA എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു എന്നുള്ള 2 വരി ഒരു ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അത്തരത്തിലൊരു ഉത്തരവ് മാത്രമാണ്. നേരത്തെ ഇന്നലെയൊക്കെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയായിരിക്കാം ഈ എ പ്രദീപ് കുമാറിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് പിന്നീട് സെക്രട്ടേറിയറ്റ് യോഗം അംഗീകരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചതാണ്. അതേ തുടർന്നാണ് ഇന്ന് രാവിലെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എ പ്രദീപ് കുമാറിൻ്റെ പേര് നിശ്ചയിച്ചിരിക്കുന്നത്, പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് വളരെയധികം ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ചും ഈ സ്മാർട്ട് ക്ലാസുകൾ, കോഴിക്കോട്ടെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ വളരെയധികം പേരും പെരുമയും ഏറ്റുവാങ്ങിയിരുന്നു. മാത്രവുമല്ല, അവിടുത്തെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ എ പ്രദീപ് കുമാർ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നതും ഒരു നേട്ടം തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഒരു പക്ഷേ IAS ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയായി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയൊക്കെ ഈ സ്ഥാനം മാറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ പലരും വച്ചു പുലർത്തിയിരുന്നു. അതിനെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ എ പ്രദീപ് കുമാറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹം CPIMൻ്റെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. നിലവിൽ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം പാർട്ടിയുടെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോരുന്നു. നേരത്തെ അദ്ദേഹം 3 ടൈം കോഴിക്കോട് നോർത്തിൽ നിന്നും വിജയിച്ച് നിയമസഭയിലെത്തിയിരുന്നു. ഇത്തവണ അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ശ്രേഷ്ഠമായ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും ഒപ്പം തന്നെ MLA ആയ പ്രവർത്തനവും കാഴ്ചവെച്ച ഒരാൾ കൂടിയാണ് എ പ്രദീപ് കുമാർ. ഒരു ഭാരിച്ച ഉത്തരവാദിത്വമുള്ള ഒരു ചുമതലയാണ് പ്രൈവറ്റ് സെക്രട്ടറി. കാരണം മുഖ്യമന്ത്രിക്ക് ഒപ്പം നിന്നുകൊണ്ട് മുഖ്യമന്ത്രി ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ, ഒപ്പം മുമ്പിലെത്തുന്ന ഫയലുകൾ, അത് കൃത്യമായി അത് ക്രമമനുസരിച്ച് അത് ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യണം, ഭരണപരമായ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയെ സഹായിക്കുക തുടങ്ങിയ വലിയ തരത്തിലുള്ള ജോലികൾ, രാഷ്ട്രീയപരമായും ഭരണപരമായും മുഖ്യമന്ത്രിയെ സഹായിക്കുക എന്നുള്ള വലിയ ജോലി തന്നെയാണ് ഈ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഉണ്ടാവുക. നേരത്തെ MV ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഈ പോസ്റ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം പോയപ്പോഴാണ് തൊട്ട് പിന്നാലെ KK രാഗേഷ് എത്തിച്ചേർന്നിരുന്നത്. ഇത് ഒരു ഭാരിച്ച ഉത്തരവാദിത്വമുള്ള ജോലിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൃത്യമായ രീതിയിൽ ചലിപ്പിക്കുക എന്ന ജോലിയാണ് ഈ പ്രൈവറ്റ് സെക്രട്ടറിക്കുള്ളത്. അത്തരത്തിൽ ഒരു ഉത്തരവാദിത്വം, കാരണം അദ്ദേഹത്തിന് ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള മികവുകൾ തന്നെയാണ്. ആ മികവുകൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാൻ കഴിയും. അത്തരത്തിൽ ഒരു ജനകീയ MLA ആയിരുന്നു. അത് മാത്രവുമല്ല, SFIയിൽ പ്രവർത്തിക്കുന്ന സമയത്തായാലും DYFIയിൽ പ്രവർത്തിക്കുന്ന സമയത്തായാലും ഒക്കെ തന്നെ
അദ്ദേഹം നടത്തിയിട്ടുള്ള രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അല്ലെങ്കിൽ ഭാഷാശൈലി, ഒപ്പം രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരാം. കാരണം അതിതീവ്രമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനപ്പുറത്തേക്ക് അദ്ദേഹം വലിയ തരത്തിൽ ജനങ്ങളുമായി അടുത്തു ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനകീയനായ നേതാവ് കൂടിയായിരുന്നു എ പ്രദീപ് കുമാർ. അദ്ദേഹത്തിന് ഇത്തവണ 3 ടേം മത്സരിച്ചു എന്നുള്ള കാരണത്താൽ തന്നെയാണ് മാറ്റി നിർത്തപ്പെട്ടത്. എന്തായാലും വലിയ തരത്തിൽ അദ്ദേഹത്തിന് വലിയൊരു ഉത്തരവാദിത്വമുള്ള ഒരു പോസ്റ്റാണ് ഈ വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ MV ജയരാജനും ഒപ്പം KK രാഗേഷും ഒക്കെ ഇരുന്ന ജനങ്ങളുമായി ജനകീയ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പ്രശ്നങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ പ്രൈവറ്റ് സെക്രട്ടറിക്കുണ്ട്. അത്തരത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമാകും. അപ്രതീക്ഷിതമായ ഒരു നിയമനം എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഈ പോസ്റ്റിലേക്ക് നേരത്തെ പല ആളുകളുടെയും ഈ സമീപകാലത്ത് വിരമിച്ച IAS ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള പേരുകളൊക്കെ പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പ്രൈവറ്റ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണമായ ചുമതല പാർട്ടിയിൽ നിന്നും മുഖ്യമന്ത്രിയെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി കണ്ടെത്തിയതായിരുന്നു ഈ എ പ്രദീപ് കുമാർ മുൻ MLA അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക്. എന്തായാലും ഈ തീരുമാനത്തിന് വലിയ തരത്തിലുള്ള ഒരു അംഗീകാരം രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കാരണം അത്രയധികം ജനകീയമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടുള്ള സർക്കാർ സ്കൂളുകളിൽ ഉണ്ടാക്കിയ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ, അത് ഈ കാലത്തിനനുസരിച്ചുള്ള വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ, കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെടുന്നതിലും ഒപ്പം ക്ലാസുകൾ സ്മാർട്ടാക്കുന്ന കാര്യത്തിലുമൊക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും ഒക്കെ തന്നെ വലിയ തരത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നു. എന്തായാലും എ പ്രദീപ് കുമാർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരി. കോഴിക്കോട് മുൻ MLA എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകി. ഈ ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്.